ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അജീബ് ദസ്താൻസ് എന്ന മൂവിനെ കുറിച്ചിട്ടാണ്. തന്റെ മകളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരമ്മ മകൾക്ക് ചെവി കേൾക്കാത്തോണ്ട് അവളോട് സംസാരിക്കാൻ വേണ്ടി സൈൻ ലാംഗ്വേജ് വരെ ആ അമ്മ പഠിക്കുവാണ്. അതേസമയം തന്നെ തന്റെ മകളെ പോലെ തന്നെ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് അവരടുപ്പത്തിലാവുന്നു. നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ കല്യാണത്തിന് ശേഷം അവളുടെ ഭർത്താവുമായിട്ട് അധികം അങ്ങനെ ഹാപ്പിയായി ജീവിച്ചിട്ടുമില്ല. മൊത്തത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമായിരുന്നു അവർ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതൊട്ട് ഹാപ്പി അല്ലാതെ അങ്ങനത്തെ ഒരു ജീവിതം. അങ്ങനെ ഒരു അവസ്ഥയായോണ്ടാണ് നമ്മുടെ നായിക ഒരുപാട് സ്നേഹവും കെയറിംഗ് എല്ലാം മറ്റൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ അയാളുടെ അടുത്തേക്ക് പോകുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതിന് ശേഷം നായികന്റെ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നായികന്റെ വീട്ടുകാരെ അറിഞ്ഞു. മെയിൻലി ഈ കാര്യങ്ങൾ അറിഞ്ഞ നായികന്റെ മകള് എങ്ങനെ അവളോട് പെരുമാറും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ നമ്മുടെ നായികയെ നടാഷയെ കാണിക്കുന്നു. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ നടാഷ ഏത് സമയം അവളുടെ ഭർത്താവുമായിട്ട് വഴക്കും പിണക്കവും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. കല്യാണത്തിന്റെ ആ സമയത്തൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും ഇവർക്ക് കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം ഇവരിങ്ങനെ തന്നെയാണ്. മെയിനായിട്ട് ഇവർക്കുണ്ടായ കുട്ടിക്ക് കാത് കേൾക്കാത്തോണ്ട് പിന്നീട് ഇയാളാണെങ്കിൽ അയാളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്ത് ഫാമിലിയുമായിട്ട് ഒട്ടും അറ്റാച്ച് ആവാതെ അങ്ങനെ ജീവിച്ചു വരുമായിരുന്നു. മെയിൻ പ്രശ്നം അതൊക്കെ തന്നെയാണ്. അങ്ങനെ ഏത് സമയം അടിയും വഴക്കൊക്കെ ആയിട്ട് ജീവിച്ചു വരുന്നതുകൊണ്ട് ഈ ജീവിതം തന്നെ നായിക മടുത്തു കഴിഞ്ഞു. നായിക അവളുടെ ഭർത്താവിനോടൊപ്പം ഫിസിക്കലായിട്ട് ഒന്നിക്കുന്നത് വരെ ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ നായികയ്ക്ക് അവളുടെ മകളെ ജീവനായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കി അടുത്ത സീനില് മറ്റൊരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ നായകന്റെ ഭർത്താവിനെ കാണിക്കുന്നു. ഇപ്പോഴും അയാളുടെ നായികയുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു വഴക്കുണ്ടാക്കുന്നു. ഈ സമയത്ത് നായിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകളോട് ഒരിക്കലെങ്കിലും കുറച്ച് സ്നേഹം കാണിച്ചിട്ടുണ്ടോ? കുറച്ചു നേരെങ്കിലും അവളുടെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അവൾക്കൊരു നല്ല അച്ഛനും എനിക്കൊരു നല്ല ഭർത്താവുമല്ല എന്ന്. ഇതെല്ലാം കേൾക്കുന്ന അയാൾ പറയാണ്, മകളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്താലും ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ കൺവേ ചെയ്യുന്ന കാര്യങ്ങളോ അവൾക്ക് മനസ്സിലാവില്ലല്ലോ. അവളുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയല്ലേ നീ സൈൻ ലാംഗ്വേജ് പഠിച്ചത്? നീ അവളെ ഡീൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ ഡീൽ ചെയ്യേണ്ട കാര്യം എന്താ? അങ്ങനെ ഡീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഞാനൊരു ബാഡ് ഫാദർ ആവുന്നൊക്കെ ഈ സമയത്ത് അയാൾ ചോദിക്കുന്നു. ഇത് കേട്ട് നായിക പറയാണ്, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അവളുടെ അച്ഛനല്ലേ, ചെലവ് കൊടുത്ത് വളർത്തി വരുന്നു എന്ന് വിചാരിച്ചോണ്ട് ഒരാൾ അച്ഛനാവില്ല. മകൾക്ക് സൈൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളെങ്കിൽ ഞാൻ പഠിച്ചോലെ തന്നെ നിങ്ങൾ സൈൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാവണം. അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. രാവിലെ പണിക്ക് പോയിട്ട് രാത്രിയാണ് ഞാൻ വീട്ടിലേക്ക് തിരികെ വരുന്നത്. അതിനിടയ്ക്ക് ഇനി ഞാൻ സൈൻ ലാംഗ്വേജ് കൂടെ പഠിക്കാൻ പോവാം. ഇങ്ങനെ ഭർത്താവ് പറയുന്ന സമയത്ത് എന്താ പഠിക്കാൻ പോയാല്? ഞാൻ നിങ്ങളെ പോലെ തന്നെ ജോലിയും തിരക്കുള്ള ആളല്ലേ, എന്നിട്ട് ഞാൻ അതിനിടയ്ക്ക് പോയിട്ട് സൈൻ ലാംഗ്വേജ് പഠിച്ചില്ലേ, അപ്പൊ നിങ്ങൾക്കും പറ്റും. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ജോലിയെല്ലാം ഒഴിവാക്കി ആ സൈൻ ലാംഗ്വേജും പഠിച്ചു ഇവിടെ ഇരിക്കാം. അപ്പൊ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നറിയാലോ. ജീവിതം ബുദ്ധിമുട്ടിലാവുമ്പോ നീ പഠിച്ചോളൂ എന്നൊക്കെ ഈ സമയത്ത് അയാള് ഭാര്യനോട് ദേഷ്യപ്പെട്ട് പറയുവാണ്. ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം, അതായത് അമ്മയച്ഛനും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് മകള് കാണുന്നു. അവൾക്ക് ചെവി കേൾക്കില്ലെങ്കിലും അവരെന്തൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുവാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇതവിടെ പതിവാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അച്ഛനോട് അവൾക്ക് അത്ര സ്നേഹമൊന്നുമില്ല. അവളോട് സംസാരിക്കുകയോ അവളെ കെയർ ചെയ്യുകയും ചെയ്യുന്ന അമ്മേനോടാണ് അവൾക്കും താല്പര്യം. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത ദിവസം രാവിലെ നായിക അവളുടെ മകളും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഭർത്താവാണെങ്കിൽ ഒരുങ്ങി റെഡിയായി അവരുടെ ഒരു വാക്കുപോലും പറയാതെ ജോലിക്കായിട്ട് പോകുന്നു. അതിനുശേഷം അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ നായിക മകളെ കൊണ്ട് ഭക്ഷണം എല്ലാം കഴിപ്പിച്ച് അതിനുശേഷം അവളെ സ്കൂളിൽ അയച്ച് ശേഷം നായിക അവളുടെ ജോലിക്കും പോകുന്നു. ഈ സമയം എന്തോ ഒരു ആവശ്യത്തിന് നമ്മുടെ നായിക ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് ആ സ്റ്റുഡിയോയില് അവിടുത്തെ ഫോട്ടോഗ്രാഫർ എടുത്തു വെച്ച കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് കയറി എത്തിയ നായിക അത് ഓരോന്നായിട്ട് അങ്ങനെ നോക്കുവാണ്. അയാൾ എടുത്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് വരുന്നവർക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഓരോരോ ഫോട്ടോയിലും ഓരോരോ ജീവിത സാഹചര്യങ്ങളുണ്ട്. അത് നായിക മനസ്സിലാക്കുന്നു. അങ്ങനെ നായിക തരാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് സബീർ എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നു. അയാളാണ് ഈ സ്റ്റുഡിയോന്റെ ഓണർ, അതായത് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ, ഈ ഫോട്ടോസ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്ന ആള്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം അയാൾ സൈൻ ലാംഗ്വേജിലൂടെ പറയുന്നു. കാരണം അയാള് നായികന്റെ മകളെ പോലെയാണ്, അയാൾക്കും ചെവി കേൾക്കില്ല. അയാള് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്ന സമയം നായികൻ തിരിച്ച് സൈൻ ലാംഗ്വേജിൽ മറുപടി കൊടുക്കുന്നു. അങ്ങനെ നായികയ്ക്ക് അത് അറിയാന്നറിയുന്ന സമയം സബീർ സന്തോഷിക്കുന്നു. അങ്ങനെ കൂടുതലായിട്ടും ആ ലാംഗ്വേജിൽ തന്നെ അവർ സംസാരിക്കുവാണ്. അവിടെ നായിക കണ്ട അവൾക്ക് സ്ട്രൈക്ക് ആയ ഒരു ഫോട്ടോയെ പറ്റി പറഞ്ഞ് അതിനെപ്പറ്റിയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും നായിക ഇപ്പൊ അയാളെ പരിചയപ്പെട്ടു, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. അന്ന് ഇവയെങ്കിൽ വീട്ടിലേക്ക് എത്തിയ നായിക ഈ കാര്യങ്ങളെല്ലാം തന്നെ മകളോട് തുറന്നു പറയുകയാണ്. നായിക അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയം അവൾ അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സബീർ നായികയ്ക്ക് സമ്മാനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അതും മകൾക്ക് കാട്ടിക്കൊടുത്തിട്ടാണ് നായിക അയാളെ പറ്റി മകളോട് സംസാരിക്കുന്നത്. അങ്ങനെ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ മകള് നായകനോട് സൈൻ ലാംഗ്വേജ് ചോദിക്കുവാണ്, അമ്മ എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമോ എന്ന്. ഇത് കേട്ട നായിക അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേം ചോദിക്കുന്നു. അല്ല, എനിക്ക് ചെവി കേൾക്കുന്നില്ലല്ലോ, ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ. ഇത് കേട്ട നായിക പറയാണ്, അത് മോളുടെ ഒരു കുറവൊന്നുമല്ല, അതുകൊണ്ട് എല്ലാവർക്കും മോളെ ഇഷ്ടാവും. ഈ സമയം മകൾ എടുത്ത വൈകി ചോദിക്കുവാണ്, അപ്പൊ എന്റെ അച്ഛനോ എന്ന്. ഇത് കേട്ട നായിക അകബളാങ്കാവുന്നു. അപ്പൊ അവള് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുവാണ്, ഞാൻ കുറെ നാളായിട്ട് കണ്ടോണ്ടിരിക്കുവാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. ഞാൻ കുറെ ഇതിനെപ്പറ്റി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ അമ്മയ്ക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ചോദിക്കാതിരുന്നതാണ്. അങ്ങനെ മകളുടെ ചോദ്യം എല്ലാം കേട്ട് അതിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ നായിക പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് കുറെ
നേരം മകള് പറഞ്ഞതിനെ പറ്റി ആലോചിക്കുവാണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നായികയ്ക്ക് ഉറങ്ങാനും കഴിയുന്നില്ല. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത ദിവസവും നായിക സബീറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അയാളുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് നായകന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നായിക വീണ്ടും അവിടേക്ക് പോയത്. അങ്ങനെ വീണ്ടും കണ്ട അവര് അങ്ങനെ അതേ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നു. അങ്ങനെ അവര് തമ്മിൽ കൂടുതൽ അടുക്കുവാണ്. അയാള് ഫോട്ടോ എടുത്ത് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസിലെല്ലാം ഒരു ശോകം കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അതെന്താണെന്ന് നായിക അയാളോട് ചോദിക്കുന്നു. ഇത് കേട്ട സബീർ സൈൻ ലാംഗ്വേജ് പറയുവാണ്, അത് ഓരോരുത്തരുടെ മൈൻഡാണ്. ഇപ്പൊ നിങ്ങൾ ശോകമായിട്ടാണ് ആ ഫോട്ടോ നോക്കുന്നെങ്കിൽ അതിലൊരു ശോകം കാണാൻ കഴിയും. എന്നാൽ ഹാപ്പി ആയിട്ട് ആ ഫോട്ടോ നോക്കിയാൽ അതിലൊരു ഹാപ്പിനെസ്സും കാണാൻ കഴിയും. സബീർ പറയുന്ന ഈ കാര്യം കേൾക്കുമ്പോഴാണ് അപ്പൊ ഫോട്ടോയിലെ ശോകമല്ല തന്റെ ശോകമാണ് ആ ഫോട്ടോയിൽ പ്രതിഫലിക്കുന്നതെന്ന് നായിക മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടുന്ന് വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം അവർ ഒരുമിച്ച് പുറത്തു പോവുകയാണ്. ആ സമയത്താണ് നായിക അറിയുന്നത് സബീറിന്റെ ചെവിയിൽ ആ മിഷൻ വെച്ചാ അവനെ കേൾക്കാൻ കഴിയുന്നു. അങ്ങനെ ഇതറിഞ്ഞ നായിക അത് നടക്കുമെങ്കിൽ ആ മിഷൻ അങ്ങ് വെച്ചൂടെ, അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിനക്ക് കേട്ടൂടെ, ഈ ലൈഫ് ഒന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ നായിക ചോദിക്കുന്നു. ഇത് കേട്ട് സബീർ പറയാണ്, അങ്ങനെയല്ല, എനിക്ക് ഈ ഒരു ലൈഫാണ് ഇഷ്ടം, ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. എന്താ ഇങ്ങനെയുള്ള എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? ഇത് കേട്ട നായിക അയ്യോ അങ്ങനെയല്ല എന്ന് പറയുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചതാ, പിന്നെ എനിക്ക് മിഷൻ ഉപയോഗിക്കാൻ പറ്റുവാഞ്ഞിട്ടും ഞാനത് ചെയ്യാത്തത് നിശബ്ദത നിറഞ്ഞ ഈ ഒരു ലോകത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നോണ്ടാണ്. പിന്നെ എന്നോട് സംസാരിക്കാനും എനിക്ക് സംസാരിക്കാനും നടാഷ നിന്നെ പോലുള്ള കുറെ ആൾക്കാരില്ലേ, അത് മതി. അങ്ങനെ അയാളെ ഈ സംസാരം എല്ലാം കേൾക്കുന്ന നടാഷയ്ക്ക് അയാളെ കൂടുതൽ ഇഷ്ടമാവാൻ തുടങ്ങുന്നു. അങ്ങനെ ആ സീനോട് കട്ടായെന്ന് ഈവനിങ് വീട്ടിലേക്ക് എത്തിയ നമ്മുടെ നായിക അവളുടെ മകള് ഇവരുടെ വഴക്കിനെ പറ്റി എന്ന് ചോദിച്ച കാര്യങ്ങളെല്ലാം ഭർത്താവിനെ അറിയിച്ച് അന്വേഷിച്ച് മകളുടെ മുമ്പിലെങ്കിലും സ്നേഹത്തോടുകൂടി പെരുമാറാൻ പറയാന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ നായിക അത് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ അവർ തമ്മിൽ അന്നത്തെ പോലെ വഴക്കാവുകയാണ്. അതിനൊടുവിൽ നായിക ബെഗ് ചെയ്യുന്ന പോലെ പറയുന്നുണ്ട്, നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചില്ലേലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും മകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്. എന്നാൽ അതുപോലും മനസ്സിലാക്കാൻ അയാൾ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു വഴിയിലൂടെ ഭാര്യന്റെയും ഭർത്താവിന്റെയും വഴക്കുകളും കാര്യങ്ങളെല്ലാം അങ്ങനെ പോകുന്നുണ്ടെങ്കിലും മറുവശത്തു കൂടി ഷബീറുമായിട്ടുള്ള നായകന്റെ ഫ്രണ്ട്ഷിപ്പും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഫ്രീ കിട്ടുമ്പോൾ അവരൊരുമിച്ച് കാണുന്നതും സംസാരിക്കുന്നതും പുറത്തു പോകുന്നതെല്ലാം ഈ സമയത്ത് ചില സീക്വൻസ് ആക്കി കാട്ടി തരുവാണ്. തന്റെ ഭർത്താവ് ഇതുവരെ തനിക്ക് തരാത്ത സ്നേഹവും കെയറിംഗ് എല്ലാം സബീറിൽ നിന്ന് നായികയ്ക്ക് കിട്ടിയോണ്ടാണ് നായിക അയാളുമായിട്ട് ഇങ്ങനെ അടുത്ത് വരുന്നത്. അങ്ങനെ വന്നു നമ്മുടെ നായിക ഇപ്പൊ വീട്ടിലുള്ളപ്പോഴും സബീറിനെ കാണാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയും സബീറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റി അങ്ങനത്തെ ചിന്തകളിലൊക്കെ എൻഗേജ്ഡ് ആവുകയാണ്. ശരിക്കും അയാളുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് നായകന്റെ ശോകമെല്ലാം വളരെ പെട്ടെന്ന് മാറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുറമേ അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പൊ നായിക സമാധാനത്തിലാണ്. അങ്ങേക്കുന്ന ഒരു ദിവസം രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്നും പറഞ്ഞുകൊണ്ട് മകളിപ്പോ നായികന്റെ ഭർത്താവിന്റെയും മുറിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് അച്ഛനോട് ചേർന്ന് കിടക്കാതെ അമ്മേനെയും കെട്ടിപ്പിടിച്ചാണ് അവൾ കിടന്നുറങ്ങുന്നത്. ഈ സമയത്ത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് താൻ തന്റെ മകൾക്ക് സ്നേഹം കൊടുക്കാത്തതുകൊണ്ടാണ് അവൾ അമ്മയുമായിട്ട് ഇത്ര അടുക്കുന്നത് എന്ന്. അങ്ങനെയാണെന്ന് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഒരു ദിവസം നമ്മുടെ നായിക സബീറിനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടില് സമീർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് എത്തിയ നമ്മുടെ നായിക അവിടെ അവനെ എടുത്തു വെച്ചിരിക്കുന്ന കുറെ ഫോട്ടോസ് എല്ലാം കാണുവാണ്. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കുന്ന അതേ സമയം തന്നെ നായിക അവളുടെ ഒരു ഫോട്ടോയും കാണുന്നു. അപ്പൊ നായിക മനസ്സിലാക്കുവാണ് സബീർ എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ നായിക ആ ഒരു ഫീലിംഗ്സ് നിൽക്കുന്ന സമയം സബീർ പുറകിലൂടെ വന്ന് നായകനെ കെട്ടിപ്പിടിക്കുന്നു. നായികയ്ക്ക് അത് ഇഷ്ടാവുന്നുണ്ടെങ്കിലും ആ ഒരു നിമിഷം നായകൻ മകളെയും ഭർത്താവിനെ പറ്റി ആലോചിക്കുന്നു. അങ്ങനെ താനിപ്പോ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നായിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്താണ് ഫോണിലേക്ക് നായികന്റെ ഭർത്താവ് ഒരു മെസ്സേജ് അയക്കുന്നത്, ഇന്ന് ഞാൻ വീട്ടിലേക്ക് വരില്ല, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ തിരക്കിലാണ്, മകളെ അതുകൊണ്ട് ഞാൻ റിലേറ്റീവ്സിനെ വീട്ടിലാക്കിയിട്ടുണ്ട്, നീ ചെല്ലുന്ന സമയത്ത് അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ മെസ്സേജ്. ഇതെല്ലാം കാണുന്ന നായികയ്ക്ക് വീണ്ടും അയാളോട് ദേഷ്യം തോന്നുന്നു. അയാൾ ഇങ്ങനെ നടക്കുമ്പോ തനിക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, ഇങ്ങനെ വിചാരിച്ച് നമ്മുടെ നായിക തിരിച്ച് സബീന്റെ അടുത്തേക്ക് എല്ലാം ചെല്ലുന്നു. എന്നിട്ട് അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അപ്പത്തെ ആ ഒരു ഫീലിംഗ്സിന്റെ പുറത്ത് അവിടെ വെച്ച് അവർ രണ്ടുപേരും ഫിസിക്കലി ഒന്നിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും ഉറക്കത്തിൽ നേടിയേക്കുവാണ്. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും തന്റെ ഭർത്താവിനോടൊപ്പം ഫിസിക്കലി ഒന്നിച്ചിട്ട് കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇപ്പൊ സബീറിനോടൊപ്പം ഒന്നിച്ചപ്പോ കിട്ടിയത്. അങ്ങനെ ഇപ്പൊ രണ്ട് ലൈഫിന്റെ ആ വ്യത്യാസമല്ല നായികയ്ക്ക് ശരിക്കും മനസ്സിലാവുന്നു. കാരണം അത് ഇഷ്ടമല്ലാതെ ജീവിക്കുന്നതും ഇത് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതുമാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായിക അവിടുന്ന് ഒരുങ്ങി റെഡിയായി അവിടുന്ന് അങ്ങനെ പോവാൻ തുടങ്ങുന്നു. നായിക പോകുന്നതിന് മുമ്പ് അവളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാന്ന് ഈ സമയം സബീർ വിചാരിക്കുന്നു. നായികന്റെ കല്യാണം കഴിഞ്ഞാണ് അവൾക്ക് ഭർത്താവ് കുട്ടിയുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും സബീറിന് അറിയത്തില്ല. അവനിവിടെ പ്രണയിച്ചതെല്ലാം സിൻസിയർ ആയിട്ടാണ്. അങ്ങനെ ഇപ്പൊ സബീർ അവളോട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും അയ്യോ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, നമുക്ക് പിന്നെ സംസാരിക്കാം, ഇങ്ങനെയും പറഞ്ഞ് നമ്മുടെ നായിക പെട്ടെന്ന് തന്നെ നമ്മുടെ നായിക അവിടുന്ന് പോവാണ്. എന്നാലും ആ ഒരു നിമിഷത്തെ ഫീല് കൊണ്ട് അവളുടെ പുറകെ പോയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇത് ഇന്ന് തന്നെ പറയണമെന്ന് വിചാരിച്ച് സബീർ അവളുടെ പുറകെ പോകുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായിക വീട്ടിലേക്ക് റീച്ച് ആവുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയം ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവളുടെ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഭർത്താവിനെ ചീറ്റ് ചെയ്തുകൊണ്ടല്ല, തന്റെ മകള് ആ പാവത്തിന്റെ കാര്യം ആലോചിച്ചിട്ട്. നായിക ചെയ്തത് അവളോടും കാണിക്കുന്ന വലിയൊരു തെറ്റാണല്ലോ, അതിന്റെ ഒരു കുറ്റബോധമാണ് നായികയ്ക്ക്. എന്തായാലും ഇപ്പൊ നമ്മുടെ നായിക വീട്ടിലേക്ക് എത്തുമ്പോ നായിക കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്റെ മകള് തന്റെ ഭർത്താവിനോടൊപ്പം സൈൻ ലാംഗ്വേജിൽ എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത് കാണുന്ന നായിക അത് ആശ്ചര്യപ്പെടുന്നു. നായിക കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ചയാണിത്. ഒരു ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെ നടന്നെന്ന് ഈ സമയത്ത് നായിക ആലോചിക്കുകയാണ്. എന്തായാലും ഈ കാഴ്ച കണ്ട് സന്തോഷിക്കുന്ന നായിക അവളുടെ മുഖത്ത് ഒരു സ്മൈല് കൊണ്ടുവരുവാണ്. ഇതേ സമയം തന്നെ സബീർ അവളെ പുറകെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അയാൾ ഇപ്പൊ വീട്ടിലേക്ക് എൻ്റർ ആവുന്നു. ഇപ്പൊ അവിടെ വെച്ച് സബീർ നായികന്റെ ഭർത്താവിനെയും മകളെയും കണ്ടപ്പോഴാണ്
കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അതായത് നായികന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവൾക്കൊരു കുടുംബം ഉള്ളതാണെന്ന്. സബീർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്നറിയുന്ന സമയം സബീറിനെ അവൾ വെച്ച് കാണുമ്പോൾ നായിക അകമല്ലാതാവുന്നു. ഈ സമയം സബീർ നായികനോട് പറയുകയാണ്, ഞാനന്ന് പറഞ്ഞില്ലേ എനിക്ക് നിശബ്ദമായൊരു ലോകമാണ് ഇഷ്ടമെന്ന്. അതിന് കാരണം എന്താണെന്നറിയാമോ? മനുഷ്യന്മാരാവുമ്പോ പല നുണകളും പറയും. അത് കേൾക്കാനും അറിയാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്ന് സൈൻ ലാംഗ്വേജിൽ സംസാരിച്ച് നീയും എന്നെ പറ്റിച്ചു. ഈ കാര്യങ്ങളെല്ലാം എന്നോട് മറച്ചു വെച്ചു. ഇങ്ങനെയെല്ലാം പറഞ്ഞ അവൻ ഫീൽ ആവുന്ന അതേ സമയം തന്നെ ഇത് കേട്ട് നായിക ഒരുപാട് ഫീൽ ആവുന്നു. ഇതേ സമയം മകളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന നായികന്റെ ഭർത്താവ് പുറത്താരെ വന്നു നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് നടാഷ ആധാരം വന്നു നിൽക്കുന്നതും ചോദിക്കുവാണ്. ഈ സമയം നടാഷ അതിന്റെ അഡ്രസ് മാറി ആരെ വന്നതാണെന്നും പറഞ്ഞിട്ട് ആ കാര്യം ഒതുക്കുന്നു. അങ്ങനെ തന്നെ നായിക ഇപ്പൊ ഒരു വഴിപോക്കലും കൂടി ആക്കുന്ന സമയം ആകെ വേദനിച്ച് സബീർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇതേ സമയം തന്നെ പെട്ടെന്ന് വാതിലടച്ച് നായിക അവിടെ പൊട്ടിക്കരയുകയാണ്. ഇതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം നടാഷ എന്റെ മകളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് സൈൻ ലാംഗ്വേജ് അറിയാലോ. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മകള് നായികന്റെ വന്ന് നായികനെ നോക്കുവാണ്. ഇത്രയും നാളും മകളോട് ഭർത്താവ് ഡീൽ ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നായികയും ഭർത്താവും തമ്മിലെ പ്രശ്നം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ നായിക സ്വപ്നം കണ്ടോലെ ഭർത്താവ് മാറിയപ്പോ നായിക തെറ്റായ രീതിയിൽ മറ്റൊരു ട്രാക്കിലേക്ക് മാറി. ലൈഫ് ആകുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. നമ്മുടെ പാർട്ണർ മിസ്റ്റേക്ക് ചെയ്തെന്നും വിചാരിച്ചോണ്ട് നമ്മളും അതേ മിസ്റ്റേക്ക് ചെയ്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മിസ്റ്റേക്കുകൾ ചെയ്ത ജീവിതം ഇതേപോലെ വലിയൊരു മിസ്റ്റേക്കിലേക്ക് പോകും. പ്രശ്നമാവെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു മെസ്സേജ് തന്നുകൊണ്ട് അങ്ങനെ മൂവി അവസാനിപ്പിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ മൂവി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ മൂവി കണ്ട നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലത്തെ മൂവീസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് ആയിട്ട് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.